ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറേ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 30-ന്. അപ്പോൾ അതൊരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. ഞാനും മക്കളും ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ബൽക്കിയാണ് കേക്ക് കൊണ്ടുവന്നത്. ഒരു ക്യൂട്ട് കേക്ക്, കുഞ്ഞ് കേക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 4-നായിരുന്നു സെയിൻ്റെ ബർത്ത്ഡേ. സെയിൻ്റെ ബർത്ത്ഡേൻ്റെ കൂടെ തന്നെ കുഞ്ഞാൻ്റെ മോൻ്റെ മോള് ഇബൂട്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ഒന്നിച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസിൻ്റെയൊക്കെ വീഡിയോ ഒന്നിച്ചിട്ടിടാമെന്ന്. സെയിൻ്റെ കൂടെയുള്ള എൻ്റെ 4ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണിത്. ആദമിൻ്റെ കൂടെ 2ാമത്തെ. കഴിഞ്ഞ വർഷം ആദം 2 ആഴ്ചയുള്ളപ്പോഴായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഇതിപ്പോൾ ഇതിൽ കാണുന്ന പോലെ എനിക്ക് 32 വയസ്സായി. ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. സെപ്പറേറ്റ് ഇടാനകത്ത് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും വീഡിയോയുടെ കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായത്. ജൂലൈ 30-ന് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഓഗസ്റ്റ് 4-ന് സെയിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സെയിന് 4 വയസ്സായി. അങ്ങനെ സെയിൻ്റെ ബർത്ത്ഡേയും ഒരു കുഞ്ഞ് സെലിബ്രേഷൻ തന്നെ. ഞങ്ങൾ കുഞ്ഞാൻ്റെ പുരയിലാണ് ഇത് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, സെയിൻ്റെ ബർത്ത്ഡേൻ്റെ കൂടെ തന്നെയായിരുന്നു കുഞ്ഞാൻ്റെ മോൻ്റെ മോൾ ഇബൂട്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായത്. ഇബൂട്ടിക്ക് 3 വയസ്സ്, സെയിനുക്ക് 4 വയസ്സ്. അപ്പോൾ എല്ലാം ഒരേ ഡെക്കറേഷൻ, എല്ലാം കേക്കെല്ലാം ഒന്ന് തന്നെ, ബലൂൺസ് എല്ലാം ഒന്ന് തന്നെ. ആകെ 4-3 മാത്രം, 4-3 ആ ഒരു ബലൂൺ മാത്രം രണ്ടാൾക്കും സെപ്പറേറ്റ് മേങ്ങിയത്. ആ 3 സെയിനിന് സ്റ്റാർട്ടിങ്ങിൽ സെയിനിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ 4 കൊടുക്കുന്ന പോലെ ആക്കിയത്. ഇത് ഞങ്ങൾ ഇബൂട്ടിൻ്റെയും സെയിനിൻ്റെയും രണ്ടാളും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഇബൂട്ടിൻ്റെയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. ഹാപ്പി ബർത്ത്ഡേ ജെന്നുട്ട, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ജെന്നുട്ട, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ജെന്നുട്ട. ആദമിൻ്റെ കൂടെ സെയിൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണിത്. കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബർത്ത്ഡേക്ക് ആദമിന് 2 ആഴ്ചയായിരുന്നു. സെയിൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് ആദം ഏകദേശം 3 ആഴ്ചത്തെ അങ്ങനെയായിരുന്നു. ചെറിയ കുഞ്ഞായിരുന്നു. ഞങ്ങൾ അമേരിക്കയിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ഞാനും ആദമും സെയിനെല്ലാം ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇട്ടത്. ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ തീം കളറ് ശരിക്കും ഗോൾഡും ബ്ലാക്കെല്ലാം മിക്സ് ആയിട്ടുള്ളൊരു കളറായിരുന്നു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ആദമിനും സെയിനിനും ഒന്നിച്ചിരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. എപ്പോഴും ഓരോ മെമ്മറിയിലാണെങ്കിലും സൂക്ഷിക്കാനും ഫോട്ടോസും വീഡിയോസും എല്ലാം വേണമല്ലോ അറിഞ്ഞിട്ട് ഓരോ വെച്ചിട്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. അങ്ങനെ ലാസ്റ്റ് സെയിന് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി എടുത്ത്. ഇതിനേക്കാളും മുമ്പ് തന്നെ ഇബുവിൻ്റെ എല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഇബുവിൻ്റെ എല്ലാം ഒന്നിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്, സെയിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇബുവിൻ്റെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും സെയിനും കൂടെ ഇരുന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നൊരു വീഡിയോയും കൂടെ എടുത്ത്. സെയിന് നല്ല ഹാപ്പി ആയിരുന്നു. എനിക്കിപ്പോൾ അറിയാം കേക്കും ബർത്ത്ഡേ എല്ലാം. ഇത് സെയിൻ്റെ ഇബൂട്ടിൻ്റെ ഒന്നിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടാ. സെയിൻ്റെയും ഇബൂട്ടിൻ്റെ ഒന്നിച്ചിട്ട് ഇതേപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തായിരുന്നു. ഇബുവിൻ്റെ സിംഗിളായിട്ട് എടുത്തത് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇബുവിൻ്റെ പേര് സെൽഫാന്ന്. ഇബുന്ന് ഞങ്ങൾ വിളിക്കല്. ഇബൂട്ടി എന്നെല്ലാം വിളിക്കല്. അപ്പോൾ ഇബൂട്ടിൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഇബൂട്ടി ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇബുവിൻ്റെ ഉമ്മന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. കുബ്രമായി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇബുവിൻ്റെ ഉമ്മാൻ്റെ പേരും കുബ്രാന്ന് തന്നെ, എൻ്റെ പേരും കുബ്രാന്ന് തന്നെ. കുറേ ആൾക്കാർ കമൻസിൽ ചോദിക്കലാണ് എൻ്റെ പേര് എന്തെന്നെല്ലാം. എൻ്റെ പേര് കുബ്രാന്നാണ്, എന്നെ വിളിക്കൽ കുഫൂന്ന്. അപ്പോൾ ഇബുവിൻ്റെ ഉമ്മാൻ്റെ പേരും കുബ്രാന്ന് തന്നെ. പിന്നെ ഓരോ നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. അപ്പോൾ ഇതാണ് കുബ്രമായും ഫാമിലിയും. കുബ്രമായി, ദുൽഖർ, സുൽഫ, ഇബൂട്ടി. കുബ്രമായിൻ്റെ മക്കളാണ് സുൽഫ, ദുൽഖർ, ഇബൂട്ടി. എൻ്റെ കുഞ്ഞാൻ്റെ മോന് സലാമുച്ചാൻ്റെ വൈഫാണ് കുബ്രമായി. ഇപ്പോൾ ഇബൂട്ടിന് എടുത്തിട്ടുള്ളത് ഷഫ, ഷേതമ്മായിൻ്റെ മോളാണ്. കുഞ്ഞാൻ്റെ വേറൊരു മോൻ്റെ മോളാണ്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞ രീതിയിൽ ഇബുവിൻ്റെയും സെയിനിൻ്റെ എല്ലാം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഫോട്ടോസെല്ലാം എടുത്തു. ഇബുവിൻ്റെ സിംഗിൾ ഫോട്ടോസും വീഡിയോസും സെയിനിൻ്റെ സിംഗിൾ ഫോട്ടോസും വീഡിയോസും ഫാമിലി ആയിട്ടും എല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം ഇങ്ങനെ എടുത്ത് പിള്ളേരെ. ഞങ്ങളെ പോരൻ്റെ അടുത്ത് തന്നെ ഈ പോരെ. ഇത് ഇപ്പുറത്ത് നേരെ മതിലിനപ്പുറം കാണുന്നത് ഞങ്ങളെ പോരെ. അടുത്തടുത്താണ് കുഞ്ഞാണ്ടി ഞങ്ങളെല്ലാവരും പോരെ. ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പുറത്തിറങ്ങിയിട്ട് രണ്ടാളെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് വൈകുന്നേരം കുറച്ച് ലൈറ്റെല്ലാം പോയതുകൊണ്ട് അത്ര നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ട് എന്നാലും ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കുബ്രമായി സെയിനുക്കും ഈ ബുട്ടിക്ക് എടുത്ത ഡ്രസ്സായിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ ബലൂണൊക്കെ പിടിച്ച് കയറിയപ്പോഴത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമുണ്ടായി. അപ്പോൾ അതും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അത്രയായിരുന്നു സെയിൻ്റെയും മിബൂട്ടിൻ്റെയും ബർത്ത്ഡേ സെലിബ്രേഷന്. ഇപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് ഇഷാനിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇത് ബൽക്കിൻ്റെ രണ്ടാമത്തെ മോൻ ഇഷാൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ അല്ല കുറച്ചായിട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടാ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇഷാനിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ജീപ്പ്. അപ്പോൾ ഈ ജീപ്പും കൊണ്ട് തന്നെ ഞങ്ങൾ പോയത് ഫോട്ടോ എല്ലാം എടുക്കാൻ. അപ്പോൾ ഇത് ഞങ്ങൾ പുറത്ത് നമ്മളെ നുസ്രത്തിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ അടുത്തൊരു നല്ല സ്ഥലമുണ്ടായി. അവിടെ പോയിട്ട് ഈ ജീപ്പും കേക്കും എല്ലാം കൊണ്ടിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. സെയിനും ഇഷാനും സവാദ് എല്ലാവരും ഭയങ്കര ഇഷ്ടം അവർക്ക് ഈ ജീപ്പ് ഓടിക്കാനല്ല. സെയിൻ ഓടിക്കാൻ അറിഞ്ഞിരുന്നാലും കുറേ എല്ലാം ട്രൈ ചെയ്ത് ഓട്ടീന്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഇതായിരുന്നു ബൽക്കി ഉണ്ടാക്കിയ കേക്ക് ഇഷാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. ഇഷാനൊക്കെ 7 വയസ്സായിരുന്നു. ഈ ഭാഗത്ത് ഓട്ടാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല സൗകര്യമുണ്ട് പിള്ളേർക്ക് ഓട്ടാൻ. അതുകൊണ്ട് ഓർ എൻജോയ് ആക്കിയിട്ട് ഓട്ടി. കുറേ സമയം ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കേക്കെല്ലാം മുറിച്ചിട്ട് അവിടെ തന്നെ കഴിച്ച്. ഞങ്ങൾ മാത്രം വന്ന്, ഞാനും ബൽക്കിയും വന്നത്. ബൽക്കി തന്നെ കാർ എടുത്തിട്ട് വന്ന് കാറിൽ എല്ലാം ജീപ്പും കേക്കെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് ആദമിനും ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് വന്നത്. ഇത് നമ്മളെ പുരൻ്റെ അടുത്ത് തന്നെ പോയിക്കാനും നുസ്രത്ത് നഗർ അടുത്ത് തന്നെ ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്ത്, പക്ഷെ നല്ലൊരു റോഡ് സൈഡിൽ നല്ല ഇങ്ങനെ നല്ല ഒരു മൈതാനം പോലെയായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചെയ്യാമെന്ന് ബൽക്കി മുമ്പേ പറഞ്ഞായിരുന്നു, ഇവിടെ നമുക്ക് ഇഷാൻ്റെ ബർത്ത്ഡേ ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നല്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വന്നത്. ഇഷാനയ്ക്ക് മേങ്ങിയ ജീപ്പെങ്കിലും സവാദിനും ഇതിലിരുന്നിട്ട് ഓട്ടാൻ കഴിയുന്നുണ്ട്. എല്ലാവരും മാറി മാറി ഇരുന്നിട്ട് ഓട്ടി. ആദ്യം സെയിനിനെ അറിയുന്നുണ്ടായിരുന്നു, പിന്നെ സെയിനും പഠിച്ചു പോലും കുറച്ച് സമയം ഇരുന്ന് ഓട്ടി. ഇഷാൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെങ്കിലും സെയിനും സവാദിനെ നല്ല ഇഷ്ടപ്പെട്ടു. ഓറ് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിട്ടാ. രണ്ടാൾ ഓട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ 3 ആൾക്ക് മാറി 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 കൊടുത്തിട്ട് കുറേ സമയം ഓടിച്ചിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചിട്ടെല്ലാം പോയത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. കുറേ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇട്ട് എൻ്റെതും ഈ ബോട്ടിൻ്റെയും ഇഷാനിൻ്റെയും സെയിൻ്റെയും
എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് മിക്സ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം എഡിറ്റ് ചെയ്തിട്ടത്, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എല്ലാം കൂട്ടിയിട്ടിട്ടത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അങ്ങോട്ടേക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ട്. ആ വ്യൂവേഴ്സ് എല്ലാം നല്ല കാണുമ്പോഴത്തേക്കും നല്ല ഹാപ്പിയാണ്, കമൻസും എല്ലാം കാണാറുണ്ട്. അപ്പോൾ ഇനിയും മുമ്പോട്ടേക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.